ആസിഫ് കാ എന്താണ് പാട്? കുറെ നേരത്തിൽ കാണാൻ ഇതേ 2 മിഷൻ ഉണ്ട് സർവീസ് ചെയ്യാൻ. ഒരെണ്ണം ഒരു 250 ഒരു റണ്ണിങ് ഇത് ഉണ്ട്, ഒന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് സർവീസ് അത് ചെയ്തിട്ടില്ല അവിടുത്തെ. അപ്പൊ നമ്മളിങ്ങനെ മണ്ണാർക്കാട് വന്ന് അങ്ങനെ വഴിക്ക് അപ്പൊ അതും കൂടെ ആയിട്ട്. എന്താണ് കട ആകെ ചേഞ്ച് ചെയ്തല്ല? ആകെ ഒന്ന് വിപുലീകരിച്ചതാണ്. അപ്പൊ ആകെ അലങ്കോലേക്ക് കിടക്കാണ്. സെറ്റല്ലേ പരിപാടിയൊക്കെ? ആരാണ്? മണീനെ? മണിയുണ്ട്, രതീഷുണ്ട്. അങ്ങോട്ട് പോക്കൂടെ നമുക്ക് സർവീസ് ചെയ്യാനോടത്തൊക്കെ? മണിയേ നല്ല തിരക്കില്. നിങ്ങൾക്ക് പിന്നെ തിരക്കില്ലല്ലോ. ഇത് 2 മിഷൻ ഉണ്ട്, 2 ഹായ് അറിയോ? എവിടെയാ സ്ഥലം? മങ്കട. പേര് ഷബീർ. ആ കോണ്ടാക്റ്റിൽ കണ്ടിട്ടില്ലല്ലോ. എന്നാ മണിയേ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഒന്ന് സർവീസ് ചെയ്യണം. അതൊന്ന് ഇത് ഒരു റണ്ണിങ് ഉണ്ട്, റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ. മണിയാശാൻ ബഹുമാനൊന്നും ഇല്ലാണ്ടായില്ലേ? കടയിൽ വന്നിരുന്നേ രാത്രി. മുപ്പത് രൂപ ആള് സ്പൈക്ക് ഉപയോഗിക്കുന്നവരാ, സ്പൈക്ക് ഉപയോഗിക്കണാണ്. இது யூஸ் பண்ணாக்கா பொடி ஏறாது கார்பெட்ல. அதுவே நல்லதா? சீக்கிரம் ஏறும். ஓகே ஓகே. ஃபுல்லா பிளாக் ஆகும். கார்பெட்ர் கம்ப்ளைண்ட். ஆனா இது நம்ம ஆல்மோஸ்ட் அதுதான் நல்ல ஃபில்டர் தானே. ஏன்னா இது லோடு கொடுக்கறது இல்ல, பம்ப் அடிக்கிறது அப்போ பிரச்சனை இல்லை, அதை யூஸ் பண்ணிக்கோங்க. ஓகே ஓகே. വേറെ ഇതല്ലേ ഇത് ട്യൂണിങ് ഇത് കഴിഞ്ഞ് സെറ്റായി. വെറുതെ എങ്ങനെ ആശിക്കാണ് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നു. അപ്പൊ വെറുതെ വരണ്ടല്ലോ എന്ന് വെച്ചിട്ടേ. അങ്ങനൊന്നുമില്ല, വന്നപ്പോ പിന്നെ അത് കഴിഞ്ഞ് എന്താണ് ഇപ്പൊ 180 ഒന്നും ഇല്ലല്ലോ അല്ലേ? 180 ഇല്ല, 180 കഴിഞ്ഞു. പ്രൊഡക്ഷൻ ഓൾറെഡി സ്റ്റോപ്പായി. ഇത്ര ആള് വിളിക്കുന്നറിയോ 180 കിട്ടാൻ. പക്ഷെ അതിന് പകരം നമുക്കിപ്പോ നിലവില് 170 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സിസിയിൽ ഒരു 1.7 സിസിയുടെ കുറവേ ഉള്ളൂ.
ഒരു കാര്യപ്പെട്ട ഒരു പെർഫോമൻസിൽ മാറ്റമൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ 180 ആൾക്കാർക്ക് ചിലവർ ഇങ്ങനെ അതായത് 180 യൂസ് ചെയ്ത ആൾക്കാർ പറയും ഇങ്ങനെ അത് പോരാന്ന് പറയും. പക്ഷെ യൂസ് ചെയ്തവരെ ഓക്കെ ആയിരിക്കും. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല മെഷീനാണ്. 172 182. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയൊരു ലാഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഒരു 1/2 കിലോളം വെയിറ്റ് കൂടുതലാണ് 180 വിട്ടിട്ടല്ലേ? അതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതും കുറെ ആളിങ്ങനെ ഇതിന്റെ വില ചോദിക്കുന്നതാണ്. ഇതിന്റെ വില കേൾക്കുമ്പോഴാണ് കുറെ ആൾക്ക് എന്ന് ചോദിക്കാം. അല്ല ചെറുതല്ലേന്ന് വെച്ചിട്ടേ റേറ്റും വില അല്ലാണ്ട് ഇത് വരില്ല. ഇതാണ് വിഷയൻ്റെ ഒക്കെ നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല. റേറ്റ് വല്ലവരും പറയും ഇതെന്താണ് വീഡിയോ, നമ്മൾ ചാനലിൻ്റെ വീഡിയോ ഇടുമ്പോൾ എന്താ റേറ്റ് പറയാത്തത്. റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന റേറ്റ് ആയിരിക്കില്ല, ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ ആ വീഡിയോ നമ്മൾ ഒരു എന്താ പറയാ ആ പ്രൊഡക്റ്റ് നിൽക്കുന്ന വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ റേറ്റ് പറയാൻ പാടില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ വീഡിയോയിൽ റേറ്റ് പറഞ്ഞു, ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് ഒരാളെ വീഡിയോ കാണാം. ആ സമയത്ത് നമുക്ക് ആ ചിലപ്പോൾ റേറ്റിന് കൊടുക്കാൻ പറ്റൂലല്ലോ. അതാണ് റേറ്റ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. പലരും അതിങ്ങനെ കമന്റ് പറയുന്നുണ്ട്. പുല്ലുവെട്ടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഒക്കെ. അപ്പൊ അങ്ങനെയാണ്. ബാക്കി സ്പെയർ ഒക്കെ സെറ്റ് ആയിട്ടില്ലേ? അതിന്റെ ഇടയിൽ വന്നിട്ട് ഇപ്പൊ എടുത്തരുതെന്ന്. ഏത് അതേ അതിനെ കുറിച്ച് അതാണ് പറഞ്ഞത്. അതായത് നമ്മളെ എൻട്രി ലെവൽ മെഷീൻസ്, അതായത് തുടക്കം വരുന്ന മെഷീൻസ് ഒക്കെ ചൈനയിലാണ് ഉണ്ടാക്കുന്നത്. ചൈന ആണെന്ന് പറഞ്ഞ് ക്വാളിറ്റിയിൽ മോശമൊന്നുമില്ല. അതായത് സ്റ്റില്ലിന്റെ ഫാക്ടറിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ മറ്റേ നമ്മൾ ഇവിടുന്ന് നോർമൽ മേടിക്കുന്ന മെഷീൻ ഇല്ലേ, അതായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റൂല. അതാണ് അങ്ങനെ പറയണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ താഴെ തട്ടിലുള്ള മെഷീന് ഇത് ചൈനയാണ്, ഇത് ജർമ്മനിയാണ്, ഇത് ബ്രസീലാണ്. ഓരോ ഫാക്ടറിയിലാണ് ഓരോ മോഡൽ മെഷീൻസ് ഉണ്ടാക്കുന്നത്. അല്ലാതെ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് US-ൽ ഉണ്ടാക്കുന്നതാണ്. അല്ലല്ല, വെയിറ്റ് കുറവാണ്. ഏറ്റവും ലൈറ്റ് വെയിറ്റ് മെഷീനാണ്. ഇതൊരു കൈക്ക് നമുക്ക് ഇങ്ങനെ അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് എത്തിയതാണ്. 2 മെഷീൻ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെ ഞാൻ സാധാരണ സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കൊറിയറിൽ അയച്ചിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് റിട്ടേൺ അയച്ചല്ലോ. അതൊക്കെ ചെയ്ത് തരുന്നത് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യണം കൊറിയർ ആ രീതിയിൽ തന്നെ ചെയ്യാറ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ നേരെ ഇങ്ങോട്ട് കയറി ആ രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ സർവീസ് കാര്യങ്ങൾ മെഷീൻ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആസിഫ്ക്കാടെ കോൺടാക്ട് നമ്പർ അതിൽ കൊടുക്കുക. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ പോട്ടെ, നമ്മൾ സെറ്റ് കഴിഞ്ഞ് നമ്മളത് എന്താണ് സെറ്റാക്കിയത് നോക്കാം.